ഇവിടെ വെച്ച് അന്നേരം സ്പോട്ടിൽ തല രണ്ടായിട്ട് പോയി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര വാളകത്ത് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന കാർ അപകടത്തിൽ ഒരു മരണം. നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞായിരുന്നു അപകടമുണ്ടായത്. 2 സ്ത്രീകളും ഒരു കുട്ടിയുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പെൺകുട്ടി മരണപ്പെട്ടു. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗോകുലം ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന വണ്ടിയാണ്. ഇവർ വരുന്ന വഴിക്ക് നമ്മുടെ അവിടുന്ന് വാളം പെട്രോൾ പമ്പ് കഴിഞ്ഞ് നേരെ വരുമായിരുന്നു. വലിയ ഓവർ സ്പീഡൊന്നും അല്ലായിരുന്നു. കൊച്ചു ഇവിടെ വന്നപ്പോഴത്തേക്ക് ഉറങ്ങി വന്നപ്പോഴത്തേക്ക് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വണ്ടി ഇഞ്ഞ് ഫുള്ള് ലെഫ്റ്റ് ഒടിഞ്ഞ് ഇഞ്ഞ് കയറി വന്നപ്പോൾ ബ്രേക്ക് ഇവിടുന്ന് ആക്സിലേറ്റർ ചവിട്ടിയതായിരിക്കാം അപകടം. പക്ഷേ അടുത്തൊരു പോസ്റ്റും തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒന്നും തട്ടിയതൊന്നുമില്ല. ഇവിടെ ഒരു തിട്ട ഉണ്ടായിരുന്നു. ആ തിട്ടയിൽ ഇടിച്ച് വണ്ടി മറിഞ്ഞ് തല കീഴായിട്ട് മറിയുമായിരുന്നു. ആ കുഞ്ഞ് വളരെ ദാരുണ്യമായിട്ടാണ് മരിച്ചത്. തല പിളർന്നു പോയി. ഭയങ്കര ഇതാണ്. പിന്നെ അവരുടെ അമ്മയുണ്ടായിരുന്നു, അമ്മൂമ്മയുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. കുഞ്ഞ് മരിച്ചു പോയി. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് വണ്ടിയൊക്കെ എടുത്ത് വെളുപ്പിനെ പോകുമ്പോൾ ഒരു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിപ്പിച്ച് കഴിഞ്ഞാൽ അപകടങ്ങൾ ഒരുപാട് പേർക്കൊരു അനുഭവം ആയിക്കോട്ടെ എന്നുള്ളൊരു നല്ലൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. കാര്യം ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് നമ്മളായാലും എല്ലാവർക്കും നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും. ഇത് ഇനി ആവർത്തിക്കാതെ മറ്റുള്ളവർക്കും ഒരു അനുഭവം ഉണ്ടായിരിക്കട്ടെ. ഇത് ഇന്നല്ല, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്ന തന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉറക്കക്ഷീണം വരുന്നതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെ സംഭവിച്ചതല്ല, വേറെ കാര്യങ്ങളൊന്നുമല്ല. വണ്ടി സ്പീഡും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇത് എന്തോ പെട്ടെന്ന് ഒന്ന് കണ്ണ് മയങ്ങി കാണാം. അല്ലാതെ അത്രയും ദൂരത്ത് പെതുക്കിനെ വന്ന് ഇവിടെ വന്ന് തിട്ടയിലിടിച്ച് ഇങ്ങനെ വന്ന്. പക്ഷേ ഇത് എന്തുവരെ നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. ഈ ലോങ് പോകുന്ന ആൾക്കാർ ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിപ്പിക്കുക, സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. ഇത് 2 മണി സമയത്ത് 1:55-നും 2:05-നും ഇടയ്ക്കുള്ള സമയം ഇവിടുന്ന് ഞാൻ സൗണ്ട് കേട്ടുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേന് വണ്ടി മറിഞ്ഞ് ഓടി. അവിടെ ചെന്നപ്പം അതിൽ ഓടിച്ച ആൾ പകുതി വണ്ടിക്കകത്തും പകുതി വെളിയിലുമായിട്ട് നിൽക്കുക. അപ്പം ആളുകളെ വിളിച്ചു പോയപ്പോൾ അടുത്ത കടയിൽ നിന്നൊക്കെ ആൾ വന്നപ്പോഴത്തേന് ഞങ്ങൾക്കല്ല ഒന്നും ചെയ്യാൻ ഒക്കെയല്ല. അപ്പോഴത്തേന് എൻ്റെ ഫോൺ ഇവിടെ ആയിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോലീസിനെ പിന്നെ ആംബുലൻസ് വിളിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ആരോ പോലീസിനെ വിളിച്ച് ആംബുലൻസ് വിളിച്ച് അപ്പോഴത്തേന് മറ്റേതിൻ്റെ അടുത്ത് പറഞ്ഞു, ഓടിച്ച പെങ്കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അതിൻ്റെ കിഴി കൂടെ കുനിഞ്ഞിറങ്ങാൻ ഒക്കുമോ, അല്ലെ ഇച്ചിരി തള്ളി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം അത് ഇറങ്ങി പറഞ്ഞു എൻ്റെ മോളുണ്ടെന്ന്. അപ്പോൾ ഓടി ഇപ്പുറത്ത് വന്നപ്പം അതിൻ്റെ പുറേ ഒരു വെച്ച് വീണ് കിടക്കുന്നതുപോലെ ഓടി അതിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതിൻ്റെ തല 2ആയിട്ട് പോയി. ആ 2ആയിട്ട് പോയതുകൊണ്ട് എനിക്ക് വലിയ വിഷമം തോന്നി. ഞാൻ പെട്ടെന്ന് പുറമോട്ട് മാറി ഉടനെ പറഞ്ഞു ഇനി മോളെ നോക്കണ്ട. എന്നാൽ പറഞ്ഞ് അമ്മയുണ്ടെന്ന് പറഞ്ഞു. അമ്മ ഇവിടെ അപ്പോഴത്തേന് വന്നവരെല്ലാം കൂടെ വണ്ടിയുടെ മുകളിൽ കൂടെ കയറി അമ്മ അതിൻ്റെ മുകളിൽ കൂടെ വലിച്ചെടുത്ത്. അമ്മയ്ക്കും ആ ഓടിച്ച മോളും കൊച്ചിനും വലിയ കുഴപ്പമില്ല. കരിക്കുവാന്ന് തോന്നുന്നു അവരുടെ സ്ഥലമൊന്നും. മൂന്ന് സ്ത്രീകളാണ്. മറ്റേ കൊച്ചുമോളെന്ന് പറഞ്ഞതാ, ഓടിച്ചവരുടെ മോളെന്ന് പറഞ്ഞതാ മരിച്ചേക്കുന്നത്.